നിങ്ങളുടെ കുട്ടി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എക്സാം അടുത്തെത്തി. എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ഡോക്ടർ ആവണമെന്ന്? MBBS സ്വപ്നം കാണുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ? അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും നമുക്ക് എങ്ങനെ ഒരു വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആദ്യം ക്രാഷ് പ്രോഗ്രാം ഉണ്ട്, ക്രാഷ് പ്രോഗ്രാം കൊണ്ട് എങ്ങനെ നമുക്ക് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ അതിന് ഒരുങ്ങേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത പലരും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ട് നമ്മുടെ 11th-ലും 12th-ലും നമ്മുടെ മക്കൾ പഠിച്ചേക്കുന്ന സയൻസ് സബ്ജക്റ്റ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നീറ്റിനാണെങ്കിൽ, ഇനി ജെയിലാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും, ഈ 3 സബ്ജക്റ്റുകൾ ചേർത്തുകൊണ്ട് നമ്മളവരെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക. നമ്മുടെ മുന്നിൽ ആകെയുള്ളത് 1 മാസത്തെ സമയമാണ്. ഈ 1 മാസം കൊണ്ട് ഫിസിക്സും കെമിസ്ട്രി, നമ്മൾ മെയിൻലി മെഡിക്കലിലേക്ക് വരാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നന്നായിട്ട് അവരെ പഠിപ്പിച്ചെടുത്തിട്ട് അവരെ എൻട്രൻസിന് പാകപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുക. ഇതാണ് നമ്മുടെ ക്രാഷ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രാഷ് മീൻസ് ഒരു ഷോർട്ട് ടേം കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ടേം കോഴ്സ് കൊണ്ട് ഡോക്ടർ ആവാൻ പറ്റുമോ, MBBS ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ സംശയങ്ങളിൽ കുറേ പാരൻസ് ഉണ്ട്. ഒരൊറ്റ ഉത്തരം പറയാം. ജെന്യൂനായിട്ടാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെങ്കിൽ എൻ്റെ ഉത്തരം ഈ 1 മാസം കൊണ്ട് ഒരിക്കലും നീറ്റ് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടാൻ ഈ ഒരു സമയം കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ക്രാക്ക് ചെയ്യാന്നല്ല, മറിച്ച് ഒരു MBBS ഗവൺമെൻറ് സീറ്റിലേക്ക് എത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങളുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം 1,60,000-ഓളം കുട്ടികൾ ഈ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 25 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ഈ എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ട്. ഈ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതുന്നതിൽ കേരളത്തിൽ തന്നെ ഒരു 40,000-45,000 കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതായത് +2 കഴിഞ്ഞിട്ട് എൻട്രൻസിനായിട്ട് കുത്തിയിരിക്കുന്നവർ. ഇതിൽ തന്നെ ഒരു 10,000 കുട്ടികൾ അത്രയും സീരിയസ്നെസ്സോട് കൂടി ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം 2,000-ലും താഴെയാണ് ഗവൺമെൻറ്റിൽ. അപ്പോൾ അവിടെ നമ്മൾ എത്തിപ്പെടണമെന്നാണ്. നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത്, നിങ്ങൾ നേരത്തെ ഇതിനായിട്ട് ഒരുങ്ങിയ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. വീണ്ടും പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടൂല എന്ന്. ഇതേ ഞാൻ തന്നെ പറയാണ്. നിങ്ങൾ 11th-ഉം 12th-ഉം നന്നായിട്ട് എഫേർട്ട് എടുത്ത കുട്ടിയാണെങ്കിൽ, നിങ്ങളൊരു ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ, അതല്ല നിങ്ങൾ നന്നായിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പോയൊരു കുട്ടിയാണെങ്കിൽ, ഈ ക്രാഷ് പ്രോഗ്രാമിൽ നിങ്ങൾ അതിനൊന്ന് ഓർഡർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പറ്റും. പക്ഷേ ഇത് വെറും 0.1% കഥ. ഞാൻ സംസാരിച്ചത് 99.9% ആയിട്ടുള്ള നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ പല കുട്ടികളും 11th-ൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് വാങ്ങിക്കുക, A+ വാങ്ങിക്കുക. ദെൻ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 12th-ലും ഇതേപോലെ തന്നെ മുഴുവൻ A+ വാങ്ങിക്കുക, ഏറ്റവും നല്ലൊരു മാർക്കിലേക്ക് എത്തുക. ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 1 മാസം കൊണ്ട് 11th-ഉം 12th-ഉം മുഴുവൻ പഠിച്ചെടുത്തിട്ട് നല്ലൊരു റിസൾട്ട്, അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു MBBS എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ മറിച്ച് ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് എല്ലാത്തിലേക്കും, നിങ്ങൾ നേഴ്സിംഗ് ആണോ ആഗ്രഹിക്കുന്നത്, ഉറപ്പായിട്ടും വേറെ ഒന്നും വേണ്ട. നിങ്ങൾ വർഷം 3 ലക്ഷം 4 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രാഷിൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതി. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് പഠിക്കാനുള്ള മാർക്കും വാങ്ങിച്ച് നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സിലോ നിങ്ങൾ ചിന്തിക്കുന്ന മറ്റു കോഴ്സുകളിലേക്ക് പോകാനാണെങ്കിൽ BAMS ആയിക്കോട്ടെ, ഇനി BDS ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, ഇതൊക്കെ വേണോ? നിങ്ങൾക്ക് ക്രാഷ് മതി. ക്രാഷ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. 100% ഉറപ്പാണ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി എന്തിനാണ് നമ്മൾ വീണ്ടും അടിച്ചേക്കുന്നത്? ക്രാഷിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക. JPCന് ഒരൊറ്റ ബാച്ചേ ഉള്ളൂ. ആ ഒരൊറ്റ ബാച്ചിലാണ് ക്രാഷ് പ്രോഗ്രാം കൊടുക്കുന്നത്. ഇപ്പം തന്നെ അതിൽ ഓൾമോസ്റ്റ് ഒരു 75% സ്റ്റുഡൻസ് ഫില്ലായി കഴിഞ്ഞു. ഇനി ആകെ കുറഞ്ഞ കുട്ടികളും കൂടെ ഉള്ളൂ. ആ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്നുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു തരട്ടെ. അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞു, ക്രാഷ് കൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സ്വപ്നം കാണാറുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ പലരും നിങ്ങളോട് പറയും നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് ഡോക്ടർ ആവാം. ഇത് വെറും പരസ്യവാചകം. ഇതുപോലെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇതുപോലെ ക്രാക്ക് ചെയ്ത ആളുകൾ എത്ര പേര് നിങ്ങൾ ചോദിച്ചു പോകണം. പലരും ഉത്തരം മുട്ടും. അതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ ഇവിടെ പറയട്ടെ, 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഏറ്റവും ടോപ്പ് റിസൾട്ട് ഉണ്ടാക്കാൻ JPCന് സാധിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, ആദ്യത്തെ 5 വർഷം കൊണ്ട് കേരളത്തിലെ ആദ്യ 10 റിസൾട്ടിനുള്ളിലേക്ക് അതായത് 7ാമത്തെ റാങ്ക് JPCന് സാധിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, അതും വെറും 200 കുട്ടികളിൽ നിന്ന്, കുറഞ്ഞ നമ്പറിൽ നിന്ന് JPCന് സാധിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ കുട്ടിയും ആ കുട്ടിയുടെ ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ലാതെ അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ കുട്ടി ആ റിസൾട്ടിലേക്ക് എത്തിയത്. 7th റാങ്ക് മാത്രമല്ല, 23rd റാങ്ക്, 91, 93, ഇങ്ങനെ ആദ്യത്തെ 100-നുള്ളിൽ 4 റാങ്കുകൾ JPCന് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ, അത് 30,000 കുട്ടികളിൽ നിന്നല്ല, 10,000 നിന്നല്ല, 5,000 നിന്നല്ല, 2,000 നിന്നല്ല, അത് വെറും 200 കുട്ടികളിൽ നിന്നാണ്. ഈ 200 കുട്ടികളിൽ നിന്ന് ഇങ്ങനെ സാധ്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഈ കേരളത്തിലില്ല, ഈ ഇന്ത്യയിലില്ല. ഇത്രയും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുത്ത് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ
ഇന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് JPs തന്നെയാണ്. അതിലൊരു കൺഫ്യൂഷനും ഇല്ല. ഇതിൻ്റെ മുന്നിലത്തെ വർഷം ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക്. പക്ഷെ 2 ഡിജിറ്റ് റാങ്കിൽ JPs വീണുപോയി. അന്ന് 20 റാങ്കും 55 റാങ്കും OBCയിൽ 6 റാങ്കും 20 റാങ്കും JPsന് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ പിന്നീടുള്ള ഒരു വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് ആ വർഷത്തെ നമ്മുടെ വിശ്വാസം, ഉറച്ച വിശ്വാസം കൊണ്ട് നമ്മൾ വീണ്ടും അത് സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തി. ഈ വർഷം വീണ്ടും ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിനായിട്ട് JPs ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയാം, കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷം നീറ്റിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയായിരുന്നു: കേരളത്തിലെ ആദ്യ 10 റാങ്കുകൾക്കുള്ളിലുള്ള ഒരു റാങ്കിനായിട്ട് JPs ഒരുങ്ങുന്നു. ആ JPs ഒരുങ്ങി കാണിച്ചു കൊടുത്തു പിന്നത്തെ വർഷം റിസൾട്ടായിട്ട്. ഉറപ്പായിട്ടും അതിന് സാധിക്കും എന്നുള്ളത് ഉറപ്പുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും പറ്റുന്നത്. ക്രാഷിലേക്ക് വരാം. ക്രാഷിൽ നമ്മുടെ മുന്നിൽ പ്ലാൻ ചെയ്യുന്ന 30 ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ഡേയ്സ് കൊണ്ട് അവർക്ക് മുഴുവൻ 11th-ലെയും 12th-ലെയും ടോപ്പിക്സ് ഓരോന്നോരോ പഠിപ്പിച്ചുകൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ മൊത്തം അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ടാവും. ഒരു ദിവസം 3 ചാപ്റ്ററോളം പഠിപ്പിച്ച് പോകുന്ന രീതിയിൽ നമുക്ക് 84ഓളം ചാപ്റ്ററുകൾ മൊത്തത്തിലുണ്ട്, ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ കെമിസ്ട്രി ആൻഡ് പ്രാക്ടിക്കൽ ഫിസിക്സ്. ടോട്ടലി 84 ചാപ്റ്റേഴ്സിനെ നമ്മൾ ഒരു ദിവസം 3 ചാപ്റ്റർ വെച്ച് മുന്നോട്ടേക്ക് പോകും. ഒരാഴ്ച കഴിയുമ്പോൾ ആ ആഴ്ചയിൽ പഠിപ്പിച്ച മുഴുവൻ ചാപ്റ്ററുകളുടെ എക്സാം ഉണ്ടാവും. ഇന്ന് പഠിച്ച എന്തോ അത് പിറ്റേ ദിവസം എക്സാം ഉണ്ടാവും. അങ്ങനെ എക്സാംസും ക്ലാസ്സുകളും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് നമ്മൾ ആ കുട്ടികളെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കുന്നതാണ് ക്രാഷ് പ്രോഗ്രാം. ഈ ക്രാഷ് പ്രോഗ്രാം കൊണ്ട് MBBS ഗവൺമെൻറ്റിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലേ, പിന്നെ എന്ത് ഗുണമുള്ളതെന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഇനിയുള്ള ഉത്തരം. അതായത് നിങ്ങളുടെ കുട്ടി നല്ലൊരു സ്കോർ വാങ്ങിച്ചു, അങ്ങനെയാണ് ആ കുട്ടിക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് റിപ്പീറ്റിന് പഠിക്കുക, ഒരു ഫീസും കൊടുക്കണ്ട. ട്യൂഷൻ ഫീ മാത്രം 1 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ദെൻ ഹോസ്റ്റലും മെസ്സും കൂടെ എല്ലാം കൂടെ 1 ലക്ഷത്തിന് മുകളിൽ പോകും. 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഫീസ് വരുന്ന റിപ്പീറ്റ് കോഴ്സ് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഫീസും ഇല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങളുടെ കുട്ടി നല്ലൊരു സ്കോർ വാങ്ങിച്ചു എന്ന് കുട്ടിക്കോ, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ മൊമെൻറ്റിൽ ഞാനത് വാങ്ങിച്ചെടുത്താൽ എൻ്റെ കഴിവല്ലേ ഇത്, ആ ഒരു വിശ്വാസത്തോടു കൂടെ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യും. ഉറപ്പായിട്ടും അവർ വർക്ക് ചെയ്യും. ആ കാര്യത്തിലേക്ക് അവരെത്തും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ച ഏരിയാസൊക്കെ ഓർമ്മയുണ്ട്. ഓരോ ചാപ്റ്ററിലും ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ എന്തായാലും ചോദിക്കുന്നതാണ്. ഇതുപോലെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അവരുടെ റിപ്പീറ്റ് ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പം പാരൻസും കുട്ടികളും അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് സത്യത്തിൽ ക്രാഷ് പ്രോഗ്രാം. ഇതിൽ ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് JPs ക്ലാസ്സസ്. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ മലപ്പുറത്തെ കുട്ടികളാണ്. ഓക്കെ, അത് കൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ബാച്ചിൽ 110-ൽ 56 കുട്ടികൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS വാങ്ങിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെ ഇല്ല. പല ആളുകളും അറിയാതെ പോവുകയാണ് JPs എന്താണെന്ന്. നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. കാരണം ഇവിടെ 10,000-കണക്കിന് കുട്ടികളില്ല, ഇവിടെ 1000-കണക്കിന് കുട്ടികളില്ല. ഇവിടെ വെറും നമുക്ക് കുറഞ്ഞ നമ്പർ മാത്രം 100 കണക്കിന് കുട്ടികളെ മാത്രം പഠിപ്പിച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനം തന്നെയാണ്. ഇവിടെ മാർക്ക് ക്രൈറ്റീരിയ വെച്ചിട്ടല്ല ഒരാളെടുക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ച് ചോദിക്കുമോ, ആദ്യത്തെ 5 കൊല്ലം കൊണ്ട് സിംഗിൾ ഡിജിറ്റ് റാങ്കിനുള്ളിലേക്ക് അതും ഇത്രയും കുറഞ്ഞ നമ്പറിൽ നിന്ന് എത്തിയോ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ ഈ പരിപാടി നിർത്തിയിട്ട് പോകും. അത് ഉറപ്പായിട്ടും അത് JPsൻ്റെ മാത്രം കുത്തക തന്നെയാണ്, അത് JPsന് മാത്രം സാധിച്ച കാര്യം തന്നെയാണ്. അപ്പം ഇനിയും അതേ യാത്ര മുന്നോട്ടേക്ക് പോവാണ്. ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു സ്കോറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഏറ്റവും നല്ലൊരു പ്രൊഫഷനിലേക്ക് കുട്ടി എത്തിക്കാണെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ധൈര്യത്തോടു കൂടെ പോര് കൊയിലാണ്ടിയിലേക്ക്. ആലോചിച്ച് നിൽക്കേണ്ട, വണ്ടി കയറിക്കോ. മാർച്ച് 29-ാം തീയതി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നിച്ച് പോവാം, അടിപൊളി റിസൾട്ട് ഉണ്ടാക്കാനായിട്ട്.